മൊബൈൽ ഫോൺ കണ്ടുകൊണ്ട് കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് ഇന്നത്തെ കാലത്ത് മിക്ക വീടുകളിലെയും ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ സ്നേഹത്തോടെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഈ ശീലം കുട്ടികളുടെ ആരോഗ്യത്തിന് വലിയ ദോഷം ചെയ്യും. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ദോഷങ്ങൾ: അമിതവണ്ണം, ഒബെസിറ്റി. ഫോണിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ കുട്ടി എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നു എന്ന് തിരിച്ചറിയുന്നില്ല. വയർ നിറഞ്ഞെന്ന സന്ദേശം തലച്ചോറിലേക്ക് എത്താൻ വൈകുന്നതുകൊണ്ട് കുട്ടി ആവശ്യത്തിലധികം ഭക്ഷണം കഴിക്കാൻ ഇത് കാരണമാകും. ദഹന പ്രശ്നങ്ങൾ. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കേണ്ടത് ദഹനത്തിന് അത്യാവശ്യമാണ്. ഫോണിലെ കാഴ്ചകളിൽ മുഴുകുമ്പോൾ കുട്ടി ഭക്ഷണം ശരിയായി ചവയ്ക്കില്ല. ഇത് ഗ്യാസ്, വയറുവേദന, മലബന്ധം തുടങ്ങിയ പ്രശ്നങ്ങളുണ്ടാക്കാം. രുചി തിരിച്ചറിയാതിരിക്കുക. ഭക്ഷണത്തിന്റെ രുചിയും മണവും ഗുണവും അറിഞ്ഞു വേണം കഴിക്കാൻ. എങ്കിൽ മാത്രമേ ദഹനത്തിന് ആവശ്യമായ എൻസൈമുകൾ ഉമിനീരിലുണ്ടാകൂ. ഫോൺ കാണുമ്പോൾ കുട്ടി യന്ത്രം പോലെ ഭക്ഷണം വിഴുങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അപകട സാധ്യതകൾ: ഫോണിൽ നോക്കി ചിരിക്കുമ്പോഴോ പേടിക്കുമ്പോഴോ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങാനുള്ള ചോക്കിംഗ് സാധ്യത വളരെ കൂടുതലാണ്. ഇത് ചിലപ്പോൾ ജീവന് തന്നെ ഭീഷണിയായേക്കാം. ഭക്ഷണത്തോടുള്ള മടുപ്പ്. ഫോണില്ലാതെ ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്ന അവസ്ഥ വരുന്നത് കുട്ടിയുടെ സ്വഭാവത്തെ ബാധിക്കും. ഫോൺ കിട്ടാത്ത സാഹചര്യങ്ങളിൽ അവർ ഭക്ഷണം കഴിക്കാൻ മടിക്കുകയും വാശി പിടിക്കുകയും ചെയ്യും. ഇതെങ്ങനെ മാറ്റിയെടുക്കാം? ഒരു ദിവസം കൊണ്ട് ഈ ശീലം നിർത്താൻ പ്രയാസമായിരിക്കും. അതിനാൽ താഴെ പറയുന്നവ പരീക്ഷിച്ചു നോക്കാം. 1. മാതൃകയാവുക. ഭക്ഷണം കഴിക്കുമ്പോൾ മുതിർന്നവരും ഫോൺ ഉപയോഗിക്കാതിരിക്കുക. കുട്ടികൾ എപ്പോഴും മുതിർന്നവരെയാണ് അനുകരിക്കുന്നത്. 2. കഥകൾ പറഞ്ഞുകൊടുക്കുക. ഫോണിന് പകരം പാട്ടുകൾ പാടിക്കൊടുക്കാനോ ചെറിയ കഥകൾ പറഞ്ഞുകൊടുക്കാനോ ശ്രമിക്കുക. 3. കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കുക. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി ഉണ്ടാക്കിയെടുക്കുക. കുട്ടിയോട് സംസാരിക്കുകയും അവരെ ഭക്ഷണത്തിന്റെ വിശേഷങ്ങളിൽ പങ്കുചേർക്കുകയും ചെയ്യുക. 4. ഭക്ഷണത്തെ പരിചയപ്പെടുത്തുക. ഇത് ചുവന്ന ക്യാരറ്റാണ്, ഇത് നല്ല മധുരമുള്ള പഴമാണ് എന്നിങ്ങനെ ഭക്ഷണത്തിന്റെ നിറത്തെയും രുചിയെയും കുറിച്ച് അവരോട് സംസാരിക്കുക. കുട്ടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് പോഷകങ്ങളടങ്ങിയ ഭക്ഷണം പോലെ തന്നെ പ്രധാനമാണ് അത് കഴിക്കുന്ന രീതിയും. അതുകൊണ്ട് കുറച്ച് സമയമെടുത്താണെങ്കിലും ഈ ശീലം മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. കുറച്ചുകൂടി ലളിതമായി നമുക്കിത് മനസ്സിലാക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരവും തലച്ചോറും തമ്മിൽ ഒരു കൃത്യമായ വിനിമയം നടക്കുന്നുണ്ട്. കുട്ടികൾ ഫോൺ കണ്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഈ ബന്ധമാണ് ഇല്ലാതാകുന്നത്. ഒരാളോട് നേരിട്ട് സംസാരിക്കുന്നത് പോലെ നമുക്ക് ഈ കാര്യങ്ങൾ താഴെ പറയുന്ന രീതിയിൽ തരംതിരിക്കാം. 1. തലച്ചോറിന് വിശ്രമം കിട്ടുന്നില്ല. മൈൻഡ്ലെസ് ഈറ്റിംഗ്. നമ്മുടെ വയറ് നിറഞ്ഞാൽ ഇനി മതി എന്ന് തലച്ചോറ് ശരീരത്തിന് ഒരു സിഗ്നൽ നൽകും. എന്നാൽ കുട്ടി ഫോണിലെ വീഡിയോയിൽ മുഴുകിയിരിക്കുമ്പോൾ തലച്ചോറ് ഈ സിഗ്നൽ ശ്രദ്ധിക്കില്ല. ഇതിനെയാണ് മൈൻഡ്ലെസ് ഈറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഒന്നുകിൽ കുട്ടി അമിതമായി ഭക്ഷണം കഴിക്കും, അല്ലെങ്കിൽ ഒട്ടും കഴിക്കാതെയിരിക്കും. ഇത് ഭാവിയിൽ അമിതവണ്ണത്തിനോ പോഷകാഹാരക്കുറവിനോ കാരണമാകും. 2. ദഹന പ്രക്രിയ തടസ്സപ്പെടുന്നു. ഭക്ഷണം കാണുമ്പോഴും അതിന്റെ മണം അനുഭവിക്കുമ്പോഴുമാണ് നമ്മുടെ വായയിൽ ഉമിനീർ ഗ്രന്ഥികൾ പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ഉമിനീർ ഭക്ഷണവുമായി കലരുമ്പോഴാണ് ദഹനം ആരംഭിക്കുന്നത്. എന്നാൽ ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ കുട്ടി ഭക്ഷണത്തിന്റെ നിറമോ മണമോ ശ്രദ്ധിക്കുന്നില്ല. ഫലമോ എൻസൈമുകൾ ശരിയായി ഉൽപ്പാദിപ്പിക്കപ്പെടാതെ വരികയും ഭക്ഷണം ശരിയായി ദഹിക്കാതെ വയറിൽ ഗ്യാസും അസ്വസ്ഥതയും ഉണ്ടാവുകയും ചെയ്യുന്നു. 3. ഭക്ഷണം ആസ്വദിക്കാൻ പഠിക്കുന്നില്ല. ഭക്ഷണം കഴിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഓരോ ഭക്ഷണത്തിനും ഓരോ രുചിയുണ്ട്. ഫോൺ കാണുന്ന കുട്ടികൾക്ക് ഭക്ഷണത്തിന്റെ രുചി അറിയില്ല. അവർക്ക് അത് വെറുമൊരു കടമ മാത്രമാണ്. ഇത് വളർന്നു വരുമ്പോൾ അവർക്ക് ഭക്ഷണത്തോടുള്ള താൽപര്യം കുറയാനിടയാക്കും. 4. സാമൂഹിക ബന്ധങ്ങൾ കുറയുന്നു. ഭക്ഷണസമയം എന്നത് കുടുംബാംഗങ്ങൾ തമ്മിൽ സംസാരിക്കാനും ബന്ധങ്ങൾ പുതുക്കാനുമുള്ള സമയമാണ്. ആ സമയത്ത് കുട്ടി ഫോണിലേക്ക് നോക്കിയിരുന്നാൽ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താനുള്ള കഴിവ്, സോഷ്യൽ സ്കിൽസ് അവർക്ക് നഷ്ടപ്പെടും. ഒറ്റയ്ക്കിരുന്നു ഭക്ഷണം കഴിക്കുന്ന ശീലം അവരെ ഉൾവലിഞ്ഞ സ്വഭാവക്കാരാക്കിയേക്കാം. ഈ ശീലം മാറ്റാൻ ഉടൻ ചെയ്യാവുന്ന കാര്യങ്ങൾ: ഭക്ഷണ സമയം നിശ്ചയിക്കുക.
കൃത്യസമയത്ത് ഭക്ഷണം നൽകുന്നത് കുട്ടികൾക്ക് വിശപ്പ് അനുഭവപ്പെടാൻ സഹായിക്കും. വിശപ്പുള്ളപ്പോൾ അവർ ഫോൺ ഇല്ലാതെ തന്നെ ഭക്ഷണം കഴിക്കും. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ പ്രയാസമായിരിക്കും. നിങ്ങൾ ഫോൺ നൽകാതിരിക്കുമ്പോൾ കുട്ടി കരയുകയോ വാശി പിടിക്കുകയോ ചെയ്യാം. എന്നാൽ അതിന് വഴങ്ങിക്കൊടുക്കാതെ ക്ഷമയോടെ ഇരിക്കുക. കുട്ടിയെ ഭക്ഷണത്തിൽ പങ്കാളിയാക്കുക. പച്ചക്കറികൾ കഴുകാനോ തളികകൾ എടുത്തുവെക്കാനോ കുട്ടിയെ കൂടെ കൂട്ടുക. ഇത് ഭക്ഷണത്തോടുള്ള അവരുടെ താൽപര്യം കൂട്ടും. ഒരു പ്രധാന കാര്യം, ഫോൺ മാറ്റുമ്പോൾ പെട്ടെന്ന് കുട്ടി ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയാൽ വിഷമിക്കേണ്ട. കുറച്ചായി അവരെ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാം. ആരോഗ്യകരമായ ഭക്ഷണശീലം ഒരു വലിയ സമ്പാദ്യമാണ്. ഫോൺ കണ്ടില്ലെങ്കിൽ കുട്ടി കരയുന്നത് ആ ശീലത്തിന് അവർ അടിമപ്പെട്ടതുകൊണ്ടാണ്. ഡിജിറ്റൽ അഡിക്ഷൻ. ഈ വാശി മാറ്റിയെടുക്കാൻ അല്പം ക്ഷമയും സമയവും ആവശ്യമാണ്. ഒരു സുഹൃത്തിനോട് എന്ന പോലെ താഴെ പറയുന്ന വഴികൾ പരീക്ഷിച്ചു നോക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു. 1. പെട്ടെന്ന് നിർത്താതെ പടിപടിയായി മാറ്റുക. ഗ്രാജുവൽ വിത്ഡ്രോവൽ. ഒറ്റയടിക്ക് ഫോൺ മാറ്റിയാൽ കുട്ടിക്ക് വലിയ മാനസിക പ്രയാസമുണ്ടാകും. ആദ്യം ഭക്ഷണത്തിന്റെ പകുതി ഭാഗം ഫോൺ കണ്ടും ബാക്കി പകുതി ഭാഗം ഫോൺ ഇല്ലാതെയും നൽകി തുടങ്ങുക. പിന്നീട് ഫോൺ കാണുന്ന സമയം കുറച്ചു കൊണ്ടുവരിക. 2. ഭക്ഷണ സമയത്തിനു മുൻപേ തയ്യാറെടുക്കുക. ഭക്ഷണം കൊടുക്കുന്നതിന് 10 മിനിറ്റ് മുൻപേ, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്, അപ്പോൾ ഫോൺ ഉണ്ടാവില്ല എന്ന് കുട്ടിയോട് ശാന്തമായി പറഞ്ഞു തുടങ്ങുക. ഇത് അവരുടെ മനസ്സിനെ പാകപ്പെടുത്താൻ സഹായിക്കും. 3. വിശപ്പ് തിരിച്ചറിയാൻ അനുവദിക്കുക. പലപ്പോഴും കുട്ടിക്ക് വിശപ്പില്ലാത്തപ്പോൾ നിർബന്ധിച്ച് കഴിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവർ ഫോണിനായി വാശി പിടിക്കുന്നത്. കുട്ടിക്ക് ശരിക്കും വിശക്കുന്നതുവരെ കാത്തിരിക്കുക. വിശപ്പുള്ളപ്പോൾ ഏത് കുട്ടിയും ഫോണില്ലാതെ തന്നെ കഴിക്കാൻ തയ്യാറാകും. 4. ശ്രദ്ധ തിരിക്കാനുള്ള മറ്റു വഴികൾ. ഡിസ്ട്രാക്ഷൻ. ജനാലയ്ക്കലിരുന്നു ഭക്ഷണം നൽകുക. പുറത്തെ പക്ഷികളെയോ വണ്ടികളെയോ കാണിച്ചുകൊണ്ട് സംസാരിക്കുക. കളിപ്പാട്ടങ്ങൾ ഉപയോഗിക്കുക. ഫോണിനു പകരം അവർക്ക് ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ കയ്യിൽ നൽകുക. കൂടെയിരുന്ന് കഴിക്കുക. നിങ്ങൾ കഴിക്കുന്ന അതേ പാത്രത്തിൽ നിന്ന് കുട്ടിക്കൊരു പങ്ക് നൽകുന്നത് അവർക്ക് കൗതുകമുണ്ടാക്കും. 5. വാശിക്ക് വഴങ്ങാതിരിക്കുക. ബി കൺസിസ്റ്റന്റ്. കുട്ടി കരയുമ്പോൾ വിഷമം തോന്നി ഫോൺ എടുത്തു നൽകിയാൽ, കരഞ്ഞാൽ ഫോൺ കിട്ടും എന്ന് കുട്ടി പഠിക്കും. അതുകൊണ്ട് കുട്ടി കരഞ്ഞാലും ശാന്തമായി അവരെ ചേർത്ത് പിടിക്കുക. പക്ഷേ ഫോൺ നൽകരുത്. കുറച്ചുനേരം കരഞ്ഞു കഴിയുമ്പോൾ അവർ തന്നെ ശാന്തരാകും. 6. അഭിനന്ദിക്കുക. ഫോണില്ലാതെ ഒരു ഉരുള കഴിച്ചാൽ പോലും കുട്ടിയെ നന്നായി അഭിനന്ദിക്കുക. ഇത് അവർക്ക് കൂടുതൽ താൽപര്യമുണ്ടാക്കും. ഒരു കാര്യം ഓർക്കുക, തുടക്കത്തിൽ കുട്ടി കുറച്ചു ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ എങ്കിലും സാരമില്ല. ഫോണില്ലാതെ കഴിക്കുന്ന ശീലമാണ് ഇപ്പോൾ പ്രധാനം.